ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന യോർക്ക് മിനിസ്റ്ററിലായിരുന്നു. ഈ യോർക്ക് മിനിസ്റ്റർ അറിയപ്പെടുന്നത് മോസ്റ്റ് മാഗ്നിഫിഷ്യൻറ്റ് കത്തീഡ്രൽസ് ഇൻ ദ വേൾഡ്. അതുപോലെ തന്നെ സിൻസ് 7th സെഞ്ച്വറി മുതൽ നോർത്ത് ഇംഗ്ലണ്ടിൽ റിമൈൻ ചെയ്യുന്ന ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കത്തീഡ്രൽ കൂടിയാണിത്. മിഡീവൽ പീരിയഡിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു കത്തീഡ്രലിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് ആണ്. അതിൽ ഇൻക്ലൂഡഡ് ആണ് ഗോത്തിക് ആർക്കിടെക്ചർ, ഇംഗ്ലീഷ് ഗോത്തിക് ആർക്കിടെക്ചർ ആൻഡ് പെർപെൻഡിക്കുലർ ഗോത്തിക് ആർക്കിടെക്ചർ. 275 സ്റ്റെപ്സ് ക്ലൈം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പള്ളിയുടെ സെൻട്രൽ ടവറിൽ നിന്ന് കംപ്ലീറ്റ് യോർക്കിൻ്റെ പനോറമിക് വ്യൂ കാണാൻ സാധിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ വന്ന ദിവസം ഈ ഒരു കത്തീഡ്രൽ ക്ലോസ്ഡ് ആയിരുന്നു. 1644 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണിത്. ഹിസ്റ്റോറിക്കലി വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് യോർക്ക്. ഈ ഒരു സിറ്റിയുടെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുമ്പം ഹാരി പോട്ടർ ഫിലിം സീരീസിലെ വൺ ഓഫ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണിത്. കിലോമീറ്റേഴ്സുള്ള ഈ ഒരു സിറ്റി വേൾഡിലൂടെ നടക്കുമ്പം ഈ ഒരു സിറ്റിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വ്യൂ കൂടി നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഓൾസോ ബ്യൂട്ടിഫുള്ളി പ്രിസർവ് ചെയ്തിട്ടുള്ള ഈ ഒരു സിറ്റി വാൾസ് വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് സിറ്റി വാൾസ് ഇൻ ഇംഗ്ലണ്ട് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് നടന്നതിന് ശേഷം ഞങ്ങളിപ്പം ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ക്ലിഫോർഡ് ടവറിലേക്കാണ്. ക്ലിഫോർഡ് ടവർ ഈസ് നോൺ ആസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ഇൻ യോർക്ക്. 1068 വില്യം ദ കോൺക്വർ ആയിരുന്നു ഈ കോട്ട നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു തീപിടുത്തത്തിൽ ഈ കോട്ട നശിച്ചു പോവുകയും പിന്നീട് 13-ാം നൂറ്റാണ്ടിൽ ഹെൻറി മൂന്നാമൻ ഈ കോട്ട റിനോവേറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വന്ന സിവിൽ വാറോടുകൂടി ഈ ഒരു കോട്ട ഭാഗികമായിട്ട് നശിച്ചുപോയി. പിന്നീട് 2022 ഈ ഒരു കോട്ട മുഴുവനായിട്ടും റിനോവേറ്റ് ചെയ്ത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തൊരു സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ച് സ്റ്റേഷനിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോൾ പോണ വഴി ഞങ്ങൾ കുറച്ച് ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഷോപ്പിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ്, അതുപോലെ തന്നെ ഡെക്കോർ ഐറ്റംസ് എല്ലാം കിട്ടുന്നൊരു ഷോപ്പാണ്. ഇതൊരു പോർട്രേറ്റ് ഷോപ്പായിരുന്നു. ഇവിടെ യോർക്കിൻ്റെ നല്ല ഭംഗിയുള്ള പിക്ചേഴ്സൊക്കെ കാണാമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും സ്റ്റേഷനിലേക്ക് നടന്നു. ഈവനിങ് ആയിരുന്നു ഞങ്ങളുടെ ട്രെയിന്. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.